വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. അഖില മിസ്സാണ്. സോ നമ്മളിതാ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറേ സബ്ജക്റ്റുകളൊക്കെ കഴിഞ്ഞു അല്ലേ. നമുക്കിനി ബേസിക് സയൻസ് ഒക്കെ വരാനുണ്ട്. ബേസിക് സയൻസിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി എൻ്റെ മക്കൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, സിലബസ് ഒക്കെ മാറിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ സിലബസുമായിട്ട് യോജിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ എഗെയിൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് വീഡിയോസിലായിട്ട് മിസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കുക, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് എഴുതാൻ കഴിയുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഹിറ്റ് ഇൻ എവറിഡേ ലൈഫ് അല്ലേ, താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന വളരെ നല്ലൊരു ചാപ്റ്റർ തന്നെയായിരുന്നു അത്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ആക്ടിവിറ്റിയിൽ തന്നെ ABC എന്ന് പറഞ്ഞിട്ട് കുറേ പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്തുള്ള A പാർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്: ഹാവ് ഡു നോട്ടീസ് ദ യൂട്ടൻസിൽസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് യൂട്ടൻസിൽ ആൻഡ് ദ മെറ്റീരിയൽ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്സ് ഹാൻഡിൽ? എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുമായിട്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. സോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ അല്ലേ, പാത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ പാത്രങ്ങൾ അടുക്കളയിൽ നമ്മൾ അല്ലേ സാധാരണ കണ്ടുവരുന്ന പാത്രങ്ങളാണ്. അപ്പൊ ഈ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പദാർത്ഥവും അതുപോലെ തന്നെ ഇതിന്റെ പിടി അല്ലേ, അതായത് നമ്മളിതാ ഹാൻഡിൽ എന്ന് പറയൂ അല്ലേ, നമ്മളിതാ എന്ത് ചെയ്യുന്നത്, യെസ്, അടുപ്പത്തു നിന്നൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ടാണ് പിടിക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ ഹാൻഡിലും അതുപോലെ ഈ പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുവും എന്തല്ല, ഒരേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല. എന്താണ് അവിടെയുള്ള ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ഷൻ അഥവാ ചാലനമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നില്ല, ഹീറ്റിനെ ഒരേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല അല്ലേ, താപത്തിനെ ഒരേപോലെ കടത്തിവിടുന്നില്ല. അപ്പം നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ആളുകളുണ്ട് അല്ലേ. അതായത് ഹീറ്റിനെ, നമ്മുടെ താപത്തിനെ വളരെ ഈസി ആയിട്ട് വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ് കണ്ടക്ടേഴ്സ്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, പുവർ കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ വിളിക്കും അല്ലെ. അതായത് താപം നന്നായിട്ട് കടത്തിവിടുന്ന ആളുകളാണ് ഗുഡ് കണ്ടക്ടേഴ്സ്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് സുചാലകങ്ങൾ എന്നവരെ വിളിക്കാം, സുചാലകങ്ങൾ. എന്നാൽ നന്നായിട്ട് കടത്തി വിടാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കും, യെസ്, കുചാലകങ്ങൾ എന്ന് നമ്മൾ വിളിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചുമ്മാ നമ്മൾ കണ്ടക്ടർ, ചാലകം എന്ന് പറയുന്നത് അതിന്റെ തന്നെ അർത്ഥം എന്താണ്, താപത്തെ കടത്തി വിടുന്നത് എന്നാണ് അല്ലെ. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇൻസുലേറ്റർ എന്നും പറയും. എന്നാൽ പിന്നെ നമ്മൾ അത് മാറ്റാൻ തുടങ്ങി. കാരണം ചില കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചെറുതായിട്ടെങ്കിലും ഹീറ്റിനെ ആണെങ്കിലും ഇലക്ട്രിസിറ്റിനെ ആണെങ്കിലും കണ്ടക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ രണ്ട് ടേം, ഈ ഗുഡ് കണ്ടക്ടർ ആൻഡ് പുവർ കണ്ടക്ടർ അല്ലെ, സുചാലകം കുചാലകം എന്നുള്ള രണ്ട് വാക്കിലേക്ക് നമ്മൾ മാറിയത്. അതായത് ഒരാൾ നന്നായിട്ട് എന്ത് ചെയ്യും, കടത്തിവിടും, മറ്റേ ആൾ എന്ത് ചെയ്യുന്നില്ല, അതുപോലെ ഈ പറഞ്ഞതുപോലെ ഗുഡ് കണ്ടക്ടേഴ്സിനെ പോലെ സുചാലകങ്ങളെ പോലെ നമ്മുടെ ഹീറ്റിനെ, നമ്മളെ താപത്തിനെ കടത്തിവിടുന്നില്ല. അപ്പൊ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതിനകത്ത്, അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പാത്രം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അത് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും അല്ലെ, സുചാലകം കൊണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ മെറ്റൽസ്, നമ്മുടെ ലോഹങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലുള്ള അലൂമിനിയം പാത്രം ആയിക്കോട്ടെ, നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, അയേണിൻ്റെ പാത്രങ്ങൾ, ഇരുമ്പ് ചട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ഗുഡ് കണ്ടക്ടേഴ്സ്, സുചാലകങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ഹീറ്റ്, നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ആ ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ ഫുഡ് വേവണമെങ്കിൽ ആ ഹീറ്റിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെ, ഹീറ്റിനെ അത് കടത്തി വിടണം, താപം കടത്തി വിടണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് ഗുഡ് കണ്ടക്ടർ അഥവാ സുചാലകം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഹാൻഡിൽ അഥവാ അങ്ങനെയല്ല, ചീനൻ ചട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, കംപ്ലീറ്റ് അയൺ ആയിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ അല്ലേ. കാരണം എന്താണ്, ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പുവർ കണ്ടക്ടേഴ്സ് ആണ്, കുചാലകങ്ങളാണ്. എന്നാൽ അതിന് പകരമായിട്ടാണ് യെസ് നമ്മളിതാ ഇവിടെ കാണുന്ന ഈ ഹാൻഡിൽസ് ഒക്കെ ബേക്കലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, മിക്കവാറും ഉണ്ടാക്കുന്നത്. ഇതിന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ അയൺ ബോക്സിന്റെ ഹാൻഡിൽ ആയിക്കോട്ടെ, കുക്കറിന്റെ ഹാൻഡിൽ ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ബാക്കലൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഒരു പുവർ കണ്ടക്ടർ ആണ്, ഒരു കുചാലകമാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യാൻ പാടില്ല, പൊള്ളലേൽക്കാൻ പാടില്ല അല്ലെ. ബേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഹീറ്റ് വരുമ്പോഴാണ്. അപ്പൊ ഹീറ്റിന് ഇത് എന്ത് ചെയ്യില്ല, കടത്തി വിടില്ല. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാത്രങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ, കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ അയൺ ബോക്സിന്റെ പിക്ചർ വെച്ചിട്ട് ചിലപ്പോൾ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി ഇതിന്റെ സെക്കൻഡ് അല്ലെ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള ചായ ഉണ്ട്, നമ്മളെ കയ്യിൽ ചൂടുള്ള ചായ ഉണ്ട്. ദ സെയിം ഹോട്ട് ടീ ഈസ് കെപ്റ്റ് ഇൻ എ സ്റ്റീൽ ഗ്ലാസ് അൺകവേർഡ്. അതായത് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറച്ച് ചായ, ചൂടുള്ള ചായ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റീൽ ഗ്ലാസ്സിൽ തുറന്നു വെച്ചു. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അതിനകത്ത് തുറന്നു വെച്ചു. ശ്രദ്ധിക്കണേ. അതേസമയം നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, ഇൻ എ ഗ്ലാസ് ടംബ്ലർ കവേർഡ്. ഒരു ഗ്ലാസ് ടംബ്ലറിൽ, അതായത് ചില്ല് ഗ്ലാസ്സിൽ എന്ത് ചെയ്തും വെച്ചു? അടച്ചും വെച്ചു. സ്റ്റീൽ ഗ്ലാസ്സിൽ തുറന്നും വെച്ചു, ചില്ല് ഗ്ലാസ്സിൽ എന്ത് ചെയ്തും വെച്ചു? അടച്ചും വെച്ചു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇൻ വിച്ച് ഗ്ലാസ് വിൽ ദ ടീ റിമൈൻ ഹോട്ട് ഫോർ എ ലോങ്ങർ ടൈം ആൻഡ് വൈ? അല്ലെ, ഏത് ഗ്ലാസ്സിലാണ് കൂടുതൽ സമയം ചൂട് ചായയുടെ ആ ചൂട് നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാളുകളെ ഇപ്പൊ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റീൽ ഗ്ലാസ് ആണ്, ഒന്ന് നമ്മൾ പറയുന്ന കുപ്പി ഗ്ലാസ് അല്ലെ, ഗ്ലാസ് ടംബ്ലർ, ചില്ല് ഗ്ലാസ് ആണ്. അപ്പൊ ഈ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ആ രണ്ട് വസ്തുക്കളുടെയും പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ആ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് വ്യത്യസ്ത വസ്തുക്കളുണ്ടല്ലോ, ഒന്ന് ഗ്ലാസ് ആണ്, ഒന്ന് സ്റ്റീൽ ആണ് അല്ലെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, അതൊരു പുവർ കണ്ടക്ടർ ആണ്, അതൊരു കുചാലകമാണ് അല്ലെ. അതേസമയം സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൽ വരുന്ന ആളാണ്? നമ്മുടെ ഗുഡ് കണ്ടക്ടർ, നമ്മളെ ഒരു എന്താണ്? സുചാലകം, നന്നായിട്ട് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. കാരണം എന്താണ്? സ്റ്റീൽ ഗ്ലാസ്സിൽ എടുത്ത ചായയുടെ ചൂട് ആ സ്റ്റീൽ ഗ്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അതൊരു ഗുഡ് കണ്ടക്ടർ, അതൊരു സുചാലകം ആയതുകൊണ്ട് തന്നെ ആ താപത്തിന് അത് ഏറ്റുവാങ്ങുന്നുണ്ട്, ആ താപം അത് പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. എന്നാൽ നമ്മുടെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ, ചില്ല് ഗ്ലാസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? പുവർ കണ്ടക്ടർ ആണ്. അപ്പൊ അതിന്റെ അകത്തൂടെ, അതിന്റെ ഉള്ളിലുള്ള ആള് പുറത്തേക്ക് പോകാൻ എന്തില്ല? ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. കാരണം ഗ്ലാസ് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റിനെ കടത്തി വിടുന്നേ ഇല്ല. ക്രോസ് ആണ് അല്ലെ. അതൊരിക്കലും ചില്ല് ഗ്ലാസ് എന്ത് ചെയ്യുന്നില്ല? താപത്തെ കടത്തി വിടുന്നില്ല, തീരെ കടത്തി വിടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുവർ കണ്ടക്ടർ ആണെന്ന് നമുക്ക് പറയാം. നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുന്നില്ല? കടത്തി വിടുന്നില്ല. സ്റ്റീൽ ഗ്ലാസ് പോലെ അത് ഒരിക്കലും താപത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, അത് എന്ത് ചെയ്തിട്ടുമുണ്ട്? യെസ്, അത് എന്ത് ചെയ്തിട്ടുമുണ്ട്? അത് അടച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, കവേർഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ കൺവെക്ഷൻ വഴിയൊന്നും എന്ത് ചെയ്യുന്നില്ല? ഹീറ്റ് മുകളിലോട്ട് പോകാനും ചാൻസ് ഇല്ല അല്ലെ. നമുക്കറിയാം, ചൂട് പിടിച്ചിട്ട് ചൂട് പിടിച്ച ആളുകൾ മുകളിലേക്കൊന്നും പോകാനുള്ള സാധ്യതകളും അവിടെ ഇല്ല. അതേപോലെ ഇവാപ്പറേഷൻ നടക്കുന്നില്ല. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാണ്? യെസ്, അവിടെ തടസ്സങ്ങൾ വരികയാണ്, അടച്ചു വെച്ചത് കൊണ്ടായതുകൊണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എഴുതുന്ന സമയത്ത് ഗ്ലാസ് ടംബ്ലർ കവേർഡ് അല്ലെ, ഗ്ലാസ് ടംബ്ലർ ആണ്. ആ ഗ്ലാസ് ടംബ്ലറിന്റെ പ്രത്യേകത അത് എന്തും കൂടെ ചെയ്തിട്ടുണ്ട്? ചില്ല് ഗ്ലാസ് ആണ്, ചില്ല് ഗ്ലാസ് അല്ലെ. ചില്ല് ഗ്ലാസിന്റെ പ്രത്യേകത അത് എന്തും കൂടെ ചെയ്തിട്ടുണ്ട്? കവേർഡ് ആണ് അല്ലെ, കവേർഡ്, അത് അടച്ചുപോലെ വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് എന്തായാലും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പോലെ ഹീറ്റിന്റെ ട്രാൻസ്മിഷൻ അല്ലെ, താപം എന്ത് ചെയ്യുന്നില്ല? പ്രേഷണം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ രീതിയിൽ നമ്മുടെ ചൂട് താഴെ തണുത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ചില്ല് ഗ്ലാസ്സിലാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിലാണെങ്കിൽ ആ സ്റ്റീലിലൂടെ നമ്മൾ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു, താപം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ അത് കവർ ചെയ്ത് വെച്ചിട്ടുമില്ല. അതുവഴിയും ഈ പറഞ്ഞ പോലെ താപം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. അതായത് എല്ലാ രീതിയിലും താപം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ വരുന്നത് നമ്മുടെ ഗുഡ് കണ്ടക്ടറും പുവർ കണ്ടക്ടറും ആണ് അല്ലെ, സുചാലകവും കുചാലകവും ആണ്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഈസ് ഹീറ്റ് മെയിൻലി ട്രാൻസ്ഫേർഡ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ്? ലിക്വിഡിലും ഗ്യാസിലും അല്ലെ, അതായത് ദ്രാവകത്തിലും വാതകത്തിലും എങ്ങനെയാണ്? അപ്പൊ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ചാലനമാണ് അല്ലെ. കണ്ടക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഖരാവസ്ഥയിൽ, സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിന്റെ കാര്യമാണ്. അപ്പൊ ലിക്വിഡിലും ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഗ്യാസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കൺവെക്ഷൻ അല്ലെ, സംവഹനം എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ്. അപ്പൊ കൺവെക്ഷൻ അഥവാ സംവഹനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെ. അതായത് തന്മാത്രകൾ തന്നെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയത്, നമ്മളെ വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെയുള്ള അടിഭാഗത്തുള്ള തന്മാത്ര ചൂട് പിടിച്ചിട്ട് അത് എന്ത് ചെയ്യാണ്? അത് മുകളിലേക്ക് പോകുന്നു അല്ലെ. അതായത് ചൂട് പിടിച്ച തന്മാത്രകൾ മുകളിലേക്ക് പോകുന്നു. അത് ദ്രാവകങ്ങളിലാണെങ്കിലും വാതകങ്ങളിലാണെങ്കിലും അങ്ങനെയാണ്. എന്നിട്ട് തണുത്ത ആള് താഴേക്ക് വരുന്നു. എഗെയിൻ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പൊ ഈ രീതിയിൽ താപം ഒഴുകുന്നതിനെ അല്ലെ, താപം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ, ഈ ട്രാൻസ്മിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. അപ്പൊ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ലിക്വിഡ്സിലും ഈ പറഞ്ഞ പോലെ ഗ്യാസിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഈ രീതിയിലാണ് താപം എന്ത് ചെയ്യുന്നത്? പ്രേഷണം ചെയ്യപ്പെടുന്നത്, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിരുന്നു. 5 മാർക്സിന്റെ ആക്ടിവിറ്റി ആണ്. സോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആ കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ
ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ച് നോക്കുക. നമ്മൾ പുവർ കണ്ടക്റ്റും ഗുഡ് കണ്ടക്റ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കൂടെ മക്കൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാണ്. യെസ്, നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഓഫർ ഇതാ നമ്മുടെ സൈലത്തിലുണ്ട്. നിങ്ങളുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ച് അല്ലേ, അവിടെ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. അവിടെ ഇനി നമുക്ക് വേണ്ടത് റിവിഷനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും ആനുവൽ എക്സാമിലേക്ക് ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ എന്താണ് ക്രിസ്മസ് എക്സാം ഇപ്പോൾ ഓൾറെഡി എന്താണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ നിൽക്കാൻ വേണ്ടി നമ്മുടെ അവഞ്ചേഴ്സിന്റെ എൻ ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ 999 എന്ന് പറയുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് മാത്രമേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തേക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, മക്കൾ ജോയിൻ ചെയ്യുക. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും, നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.